ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മോളെ, ഞാൻ നിനക്ക് നല്ലൊരു അച്ഛനായിരുന്നില്ല. മോളച്ഛനോട് ക്ഷമിക്കണം. പ്രീതി ആകെ തകർന്നിരിക്കുക. ഇപ്പൊ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് അമ്മ അവളെ മാനസികമായി കൂടുതൽ തളർത്തരുത്. അതൊക്കെ എനിക്കും അറിയാം. അച്ഛനെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാനായിട്ട് അവളോടൊന്നും പറയാൻ പോകുന്നില്ല. എന്താ പോരെ? മതി. മോള് വന്നത് മുതൽ ഇതേ ഇരിപ്പാണല്ലോ. എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ? എനിക്ക് വിശപ്പില്ലമ്മേ. ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം പ്രീതി? പോയവരൊരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അച്ഛൻ ജീവനോടുണ്ടായിരുന്നപ്പോ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവസാനമായി കാണുമ്പോ അദ്ദേഹം ഒരു നല്ല അച്ഛനല്ലെന്ന് കരുതിയിട്ടാ പോയത്. മരിക്കുമ്പോഴും അച്ഛൻ അങ്ങനെ തന്നെയാവും കരുതിയത്. അങ്ങനെയല്ല എന്ന് പറയാനുള്ള ഒരു അവസരം പോലും എനിക്ക് കിട്ടിയില്ല. മോൾക്ക് അച്ഛനോടുള്ള സ്നേഹം എന്തായിരുന്നു എന്ന് പീതാംബരൻ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിനെക്കുറിച്ചോർത്ത് മോള് വിഷമിക്കണ്ട. അച്ഛൻ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തെ കൊല്ലാൻ മാത്രമുള്ള ദേഷ്യം ആർക്കാ ഉണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാരാണെന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. മഞ്ജു ഈ കേസിൽ പ്രത്യേക താല്പര്യം എടുത്തിട്ടുണ്ട്. സ്വന്തം അച്ഛനെ കൊന്നയാളെ ഇത്രയും കാലമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തവള് എന്റെ അച്ഛന്റെ കൊലയാളിയെ കണ്ടുപിടിക്കുന്ന ഞാൻ വിശ്വസിക്കണം? മോൾ അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കമ്മീഷണറൊക്കെ അല്ലേ ഈ കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. കൊലയാളിയെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. എനിക്ക് ഗിരിയേട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ പ്രീതി? അച്ഛൻ മരിച്ച ദിവസം ഗിരിയേട്ടൻ കാതറക്കയുടെ സൈറ്റിൽ തന്നെ ആയിരുന്നോ? എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? എന്റെ അച്ഛൻ ഗിരിയേട്ടനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിന് ഗിരിയേട്ടൻ അച്ഛനോട് ദേഷ്യം തോന്നുന്നത് സ്വാഭാവികമാണ്. നാട്ടുകാരും പോലീസുകാരും എല്ലാം ഗിരിയേട്ടനെ സംശയിക്കുന്നുണ്ട്. ഗിരിയേട്ടനല്ല അത് ചെയ്തെന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഞാനത് ചോദിച്ചത്. ഗിരിയേട്ടൻ പറയുന്നത് എന്താണെങ്കിലും ഞാൻ വിശ്വസിക്കും. നീ ഗിരിയെ സംശയിക്കുകയാണോ? എനിക്ക് ഗിരിയേട്ടന് സംശയമുണ്ടെന്ന് ഞാൻ നാട്ടുകാരോടോ പോലീസിനോടോ അല്ല പറഞ്ഞത്. ഞാൻ അതിനെപ്പറ്റി ഗിരിയേട്ടനോട് തന്നെയാണ് ചോദിച്ചത്. അത് എനിക്ക് ഇദ്ദേഹത്തോടുള്ള വിശ്വാസം കൊണ്ട് മാത്രം. എന്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഗിരിയേട്ടൻ ബാധ്യസ്ഥനല്ലേ? നിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത അവനില്ല. എവിടെ നിന്നോ ഞങ്ങളുടെ വീട്ടിൽ വലിഞ്ഞു കയറി വന്നിട്ട് ഇപ്പൊ ഞങ്ങളെ ചോദ്യം ചെയ്യാനും മാത്രം നീ വളർന്നുവല്ലേ? അമ്മേ വേണ്ട. പ്രീതിയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ തോന്നുന്നതിന് നമുക്ക് അവളെ കുറ്റം പറയാൻ പറ്റില്ല. ഗിരിയേട്ടൻ ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് മനസ്സിലായി. പ്രീതി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നമുക്ക് നാളെ സംസാരിക്കാം. ചെല്ലാം. നിനക്ക് തൃപ്തിയായില്ലേ? ഇനി അവളെ സഹായിക്കാൻ പോയിക്കോ. അത് അവള് വിഷമത്തിൽ പറഞ്ഞു പോയതാ അമ്മ. അതൊന്നും കാര്യമാക്കണ്ട. കാര്യമാക്കണ്ടെന്നോ? എടാ, നീയാണോ അവളുടെ അച്ഛനെ കൊന്നതെന്ന അവളുടെ സംശയം? അങ്ങനെ ഒരു പെണ്ണിനെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത് ബുദ്ധിയാണോ? അവളീ കുടുംബത്തിന് തന്നെ ഒരു അപകടമല്ലേ? നിനക്ക് നിന്നെ കുറിച്ച് പേടിയോ ടെൻഷനോ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ഇത്രയും പ്രായമായില്ലേ?
എന്നെക്കുറിച്ചും നീ ചിന്തിക്കണ്ട. പക്ഷേ മഞ്ജുവിനെയും നിന്റെ കുഞ്ഞിനെ കുറിച്ചും നീ ചിന്തിച്ചേ പറ്റൂ. എന്തായാലും പീതാംബരന്റെ ചടങ്ങിന് അയാളുടെ കുടുംബക്കാരെല്ലാവരും വരും. അവിടെ വെച്ച് പ്രീതി അവരുടെ വീട്ടുകാർക്ക് തിരിച്ചേൽപ്പിക്കണം. അതോടെ നിന്റെ ഉത്തരവാദിത്തം തീരും. അല്ലമ്മേ, വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് ചെയ്താ മതി.